നമ്മുടെ രാജ്യത്തെ സ്ഥിതിഗതികൾ ആകെ മാറി വരികയാണ്. രാജ്യം ഏറ്റവും ഉത്തമം എന്ന് കരുതിയിരുന്ന മതസൗഹാർദ്ദവും ജനാധിപത്യവും ഒക്കെ ഇന്ന് ഒരു അപകടത്തെ അഭിമുഖീകരിക്കുന്നു എന്നുള്ള സ്ഥിതി എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. വളരെ അപലപനീയമായ ദാദ്രി സംഭവം പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വർഗീയ സംഭവം ഉണ്ടാക്കുക, അത് പ്രചരണത്തിന് ഉപയോഗിക്കുക എന്നുള്ള രീതി ഫാസിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ മുമ്പ് പരീക്ഷിച്ചതാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പം നടക്കുന്നത് അതാണ്. സെൻറ്റിമെൻ്റലാക്കി, കമ്മ്യൂണലാക്കി അത് രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുക. കേരളം വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ഈ കെണിയിൽ വീഴാതിരിക്കുന്നത്. മാത്രമല്ല, മുസ്ലിം ലീഗ് പോലത്തെ സംഘടന ഇവിടെയുണ്ട്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുമ്പോൾ തന്നെ മതേതരത്വവും മതസൗഹാർദ്ദവും ഏറ്റവും വലിയ കാത്തു സൂക്ഷിക്കേണ്ട വലിയ സംഭവമാണ് എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് ഏത് കാലത്തും നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ വ്യത്യസ്തമായ ഒരു സാഹചര്യം ഡെവലപ്പ് ചെയ്തു വന്നതാണ്. ശിഹാബ് തങ്ങളും CH ഒക്കെ ഈ പാത പിന്തുടർന്നവരാണ്. പക്ഷേ രാജ്യത്ത് ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയല്ല. വർഗീയതയിലേക്ക്, വിഭാഗീയതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഭരണത്തിൽ ഇരിക്കുന്നവർ തന്നെ കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ്. മതേതര കക്ഷികളൊക്കെ ഒന്നിച്ചു നിന്ന് ഈ സ്ഥിതിവിശേഷത്തെ നേരിടേണ്ടതാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഈ ഫൈറ്റിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്കേ സാധിക്കും. അതാണ് കേരളത്തിൽ നമ്മൾ പരീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ചിന്തയാണ് ഏവരെയും നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ UDFന് ഒപ്പം നിൽക്കണം. നമ്മുടെ മൂവ്മെൻറ്റിനെ എല്ലാവരും ഹൃദയത്തിലേറ്റി മുന്നേറണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.